ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും ആ വന്ദനവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത്തരത്തെ ചിന്തയ്ക്കായുള്ള വായിക്കാം. എബ്രായർ ലേഖനം 11:1 വായിച്ച് നമ്മൾ ദൈവത്തെ ചിന്തകളെ പങ്കുവയ്ക്കാം. എബ്രായർ ലേഖനം 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമായിരിക്കുന്നു. ഇവിടെ നമുക്ക് അറിയാം, ദൈവവചനം ഘോഷിക്കുക, ദൈവവചനം വിളിച്ചു പറയുന്ന വ്യക്തിയുടെ കഴിവോ അല്ലെങ്കിൽ അതിന്റെ പ്രാപ്തിയോ ഒന്നുമല്ല, മറിച്ച് അവർ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവരുടേതായ സ്തോത്രത്തിന്റെ മഹിമയോ അവരുടേതായ കഴിവോ ഒന്നുമല്ല, മറിച്ച് ദൈവവചനത്തിൻ്റെതായ പ്രവർത്തികൾ നടക്കുവാൻ തക്കവണ്ണമിടയാകുന്നത്. അതുകൊണ്ട് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ സ്വർഗീയ നല്ല വാഴ്ത്തപ്പെട്ട ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം അതിശക്തമായി ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവർത്തനം വെളിപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളെയും കർത്താവ് മാറ്റും. ദൈവങ്ങൾക്ക് വിടുതലായി, രോഗസൗഖ്യമായി കർത്താവിന്റെ വരവും കർത്താവിനോട് ചേർക്കപ്പെടേണ്ട അനുഭവത്തിലായി തീരുവാൻ ദൈവിക വചനത്തിന്റെ പ്രവർത്തനം ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലും അതിന്റെ അത് ക്രിയ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥനയുടെ കഴിവുകളുടെ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വചനം വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവും ആകുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ് എബ്രായർ ലേഖനം എന്ന് നമുക്ക് അറിയാം. ജാതികളിൽ നിന്ന് ഒരു കാലത്ത് പൗലോസ് എന്ന് പറയുന്ന സൗൽ ദൈവവചനം പറഞ്ഞവരെയും ദൈവമാർഗത്തിൽ യേശുവിന്റെ മാർഗത്തിൽ നടന്നവരെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുവാൻ തന്റെ മാനുഷികമായ ശക്തിയും എടുത്ത് തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു നാളും താൻ ഡെമസ്കോസ് പട്ടണത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം നടന്ന് കുതിരപ്പുറത്ത് സഞ്ചരിച്ച് തന്റെ സകല കഴിവും ഉപയോഗിച്ച് ദൈവിക വചനത്തെ യേശുവിന്റെ നാമത്തെ തകർത്ത് കളയുവാൻ ആ മാർഗക്കാരെ ഇല്ലാതെയാക്കുവാൻ സഞ്ചരിച്ച ഒരു കാരണക്കുണ്ടായിരുന്നു. എന്നാൽ ആ അപ്പോസ്തലനായ പൗലോസിനെ ഈ ദൈവത്തിന്റെ ശബ്ദം താൻ യേശുവിന്റെ മാർഗക്കാരെ നശിപ്പിച്ചു കളയുവാൻ കുതിരയുടെ പുറത്ത് തന്റെ സകല അധികാരപത്രമൊക്കെ ആയിട്ട് താൻ ഭൂമിബലത്തോട് താൻ കടന്നു പോകുമ്പോൾ യേശുവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി തന്റെ വീശുവാൻ തക്കവണ്ണമിടയായി. മുഴുവൻ ശക്തിയോടെ അല്ല, അതിന്റെ ഒരു ലേശം എന്നതുപോലെ തന്റെ മുഖത്ത് പ്രകാശിപ്പാൻ വീഴുവാൻ തക്കവണ്ണമിടയായപ്പോൾ അവന്റെ ശക്തിയിൽ നിന്ന്, മാനുഷികമായ അവന്റെ പ്രൗഢിയിൽ നിന്ന്, ശക്തിയിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് അവൻ നിലം പതിക്കുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ ഒരു ചെറിയ അംശം തന്റെ ശരീരത്തിലേക്ക് യാത്ര ചെയ്ത മൃഗത്തിലേക്ക് വീഴുവാൻ തക്കവണ്ണമിടയായപ്പോൾ അവൻ ദിനംബലികയാകുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന് മഹത്വം. പിന്നീട് അതിശക്തമായി ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പൗലോസിനെ ദൈവം ഉപയോഗിക്കാൻ തക്കവണ്ണമിടയായി. അതുകൊണ്ട് നാം എത്ര ശക്തിയോട്, എത്ര ബലത്തോട് നാം
ദൈവനാമത്തിനും ദൈവഹിതത്തിനും എതിരായി നിന്നാലും ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ തൊട്ടു കഴിഞ്ഞാൽ, ദൈവം വിളിച്ചു കഴിഞ്ഞാൽ, ദൈവസ്പർശനത്തിൽ വീണ് കഴിഞ്ഞാൽ ഹല്ലേലൂയ അവരുടെ രൂപത്തെ മാറ്റുവാൻ, അവരുടെ ചിന്തകളെ മാറ്റുവാൻ, അവരുടെ ഹല്ലേലൂയ ചിന്താകുലങ്ങളെ മാറ്റുവാൻ ഹല്ലേലൂയ ദൈവവചനത്തിന് ഹല്ലേലൂയ ദൈവവചനം പ്രവർത്തിപ്പാൻ തക്കവണ്ണമിടയാകും. ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം ഇടയാകുന്നത് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസാണ് 14 ലേഖനങ്ങൾ എഴുതാൻ തക്കവണ്ണമിടയായത്. ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക വാക്തത്വം ഉള്ള ഒരു വ്യക്തിയെ ദൈവം തകർത്ത് കളയുകയില്ല. നമുക്ക് വായിക്കാം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തിന്റെ പുസ്തകം 12-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന ദൈവത്തിന്റെ വിളി ജാതീയ തലത്തിലായിരുന്ന തേരകന്റെ മകനായ അബ്രഹാമിന്റെ ദൈവം വിളിച്ചെന്ന് വീഴുകയാണ്. ദൈവത്തിന്റെ വിളിയാണ് അവന്റെ മേൽ വന്ന് പതിപ്പാൻ, ദൈവത്തിന്റെ ശബ്ദമാണ് അവന്റെ മേൽ വന്ന് പതിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതിന്റെ 15-ന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകൂ എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഇവിടെ ഉൽപ്പത്തി പുസ്തകം ആദ്യം നാം കേട്ട ആ ചിന്തയ്ക്കനുസരിച്ച് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞ് ദൈവിക വാക്തത്വങ്ങൾ ദൈവം പറഞ്ഞ വാക്തത്വം അവന്റെ മേൽ നിറവേറുവാൻ തുടങ്ങുകയാണ്. എന്താണ്? സന്തതിയില്ലാതിരുന്ന സ്ഥാനത്ത് അബ്രഹാമിന് ദൈവം സന്തതിയെ കൊടുത്തു. സന്തതിയെ കൊടുത്ത ആ സന്തതിയിൽ ദൈവം യാഗത്തിനു വേണ്ടി യാഗമായ പുത്രനെ യാഗം കഴിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. നിനക്ക് സന്തതിയില്ലാതെ ഏകനായി ദൈവത്തിന്റെ വെളിയിലിട്ട് ഇറങ്ങി തിരിച്ചു. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവജനം അംഗീകരിച്ച് ദൈവത്തിന്റെ പ്രകാരം അവനെ സഞ്ചരിപ്പാൻ തക്കവണ്ണം തുടങ്ങിയപ്പോൾ അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ദൈവം അബ്രഹാം ചെന്ന മേഖലകളിലൊക്കെ അവൻ ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ, ആ ദേശത്തിന്റെ രാജ്യത്തിന്റെ ദേശത്തിന്റെ രാജാക്കന്മാർ, ദേശത്തിന്റെ അധിപതികൾ അവന് നേരെ അവനെ തകർത്ത് കളയുവാനൊക്കെ നോക്കുമ്പോൾ ദൈവത്തിന്റെ വിളികൾക്ക് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനോട് കൂടെ ദൈവമുണ്ടായിരുന്നത് കൊണ്ട് അവനെ തകർത്ത് കളയാൻ നോക്കിയ മേഖലകളിലൊക്കെ ആ ജാതീയ രാജാക്കന്മാരൊക്കെ പിൽക്കാലത്ത് യജമാനെ എന്ന് വിളിച്ച് അബ്രഹാമിന്റെ അടുത്ത് മുട്ടുകുത്തുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ തക്കവണ്ണമാണ്. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വിളികൾക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ്. എന്താണ്? ദൈവിക വാക്തത്വം ഉണ്ടായത് കൊണ്ടാണ്. ഒരുപക്ഷേ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വിളി കേട്ട് ജാതീയ മണ്ഡലത്തിൽ നിന്ന് 30 ദേവന്മാരെയോ രക്ഷാരാധന മൂർത്തികളെയോ താവിനെയോ കരയോളെയോ ഒക്കെ സേവിച്ച് ഒരുപക്ഷെ നാം ഇറങ്ങി തിരിച്ചവരായിരിക്കാം. ദൈവത്തിന്റെ വിളി നമ്മുടെ മേൽ ഉണ്ടായത് കൊണ്ട് ഒരു ശത്രുവിനെ നിന്നെ തകർത്ത് കളയുവാൻ, ഒരു പ്രതികൂലത്തിന് നിന്നെ തകർത്ത് കളയുവാൻ, ഒരു ജാതീയ രാജാക്കന്മാർക്ക് നിന്നെ തകർത്ത് കളയുവാൻ, ഒരു ദേശത്തിന്റെ അധിപതികൾക്ക് നിന്നെ തകർത്ത് കളയുവാൻ എന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. മറിച്ച് നിനക്ക് പ്രതികൂലം വരുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നിനക്ക് രോഗം നിന്നെ തകർത്ത് കളയാൻ നോക്കുമ്പോൾ, ഒരുപക്ഷെ കടകാലം നിന്നെ തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ, ഒരുപക്ഷെ നിന്റെ സഹോദരങ്ങൾ നിന്നെ തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ, ഒരുപക്ഷെ നീ സ്നേഹിച്ചവർ നിന്നെ തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ, എന്റെ ദൈവം വാക്തത്വം നിന്റെ മേൽ ഉണ്ടായത് കൊണ്ട് നിന്നെ തകർത്ത് കളയുവാൻ അവൻ അനുവദിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വിളികൾക്ക് ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. അങ്ങനെ നാം മുമ്പോട്ട് പക്ഷേ സന്തോഷത്തോട് കടന്നു പോകുമ്പോൾ
ആരനെ ഒരു പരീക്ഷ വന്നതുപോലെ ആരനീയ നിനക്ക് അനുഗ്രഹം വന്നാൽ അല്ലെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കുന്നതിന് മുന്നമേ സ്വർഗത്തിന്റെ ദൈവം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ ഒരുപക്ഷെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകും. ആരനീയ 22-ാം അധ്യായം ആരനെ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ തക്കവണ്ണം ഇടയാകുന്നത് ആരനെ എന്താണെന്നറിയാമോ? അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് എങ്ങനെയെന്നാൽ അബ്രഹാമിനെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്താണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയ വിഷയം? ലഭിക്കാത്ത ഇടത്ത് കിട്ടാത്ത ഇടത്ത് ദൈവത്തിന്റെ ദൈവത്തിന് മുമ്പിൽ അബ്രഹാം ഒരു നാൾ ചോദിക്കുന്ന കാര്യമുണ്ട്. നീ എനിക്ക് ഈ സകല നന്മകളും തന്നു. എന്നാൽ ഈ നന്മകളുടെയൊക്കെ അധികാരം ഇതൊക്കെ അനുഭവിക്കേണ്ടത് നീ എന്നോട് വാക്ക് പറഞ്ഞതുപോലെ നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. എന്തൊക്കെ പറഞ്ഞെങ്കിലും നീ എനിക്ക് സന്തതികളെ തന്നിട്ടില്ലല്ലോ. നീ തന്ന ഈ നന്മകളൊക്കെ ഈ കാണുന്ന എന്റെ ബാല്യക്കാരനായിരിക്കുന്ന അവനായിരിക്കുമല്ലോ ഇത് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഒരു ചോദ്യം, ഒരു മറുചോദ്യം ദൈവത്തോട് താൻ ചോദിക്കുമ്പോൾ എലയാസനാണ് ഞാനെല്ലാം കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ നീ എന്നോട് പറഞ്ഞ ആ വാക്ക് നീ എന്ത് ചെയ്തില്ല. നീ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ ഇറങ്ങി. പക്ഷെ എന്നോട് നീ പറഞ്ഞ ചില വാക്കുകൾ പാലിച്ചില്ല എന്നുള്ള അർത്ഥത്തിൽ അബ്രഹാം ചില ചോദ്യം ചോദിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം മൗനമായി മറുപടി പറയും. ഞാൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഞാൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവമാനവടത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ ഇവിടെയോ വിദേശത്തോ സ്വദേശത്തോ ആയിരുന്നാലും ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം. നീ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ സത്യസന്ധതയുടെ അനുഭവത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ അവൻ നിന്റെ കേൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിലും ദൈവം ഉള്ളിൽ പറയും ഞാൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. എന്റെ ശക്തി എന്തെന്ന് ഞാൻ നിന്നെ വിളിച്ചതെന്തെന്ന് നീ അറിയണം എന്നവരോട് പറയാൻ തക്കവണ്ണവിടെയായി താമസിച്ചില്ല കേട്ടോ. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ബൊംബയുടെ തോപ്പിൽ ദൈവത്തിന്റെ മുഖത്ത് ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാം അറിയാതെ ഇറങ്ങി വരുവാൻ തക്കവണ്ണവിടെയായി. ദൈവിക ഇതമനുസരിച്ച്, ദൈവിക ആലോചന അനുസരിച്ച്, ദൈവസ്നേഹം അനുസരിച്ച് ആ ദൈവത്തിന്റെ ദൂതന്മാരെ അവൻ ദൈവമെന്നറിഞ്ഞില്ല. പക്ഷേ ദൈവസ്നേഹത്താൽ ആ ദൂതന്മാരെ അവൻ പോഷിപ്പാൻ തക്കവണ്ണവിടെയായി. അവൻ അതിന്റെ സർക്കാരം നടത്തുവാൻ തക്കവണ്ണവിടെയായി. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കുമ്പോൾ അതിന് സർക്കാരം ചെയ്യാൻ നാം മറന്നു പോകരുത്. അതിന് സർക്കാരം ചെയ്യുവാൻ നാം മറന്നു പോകരുത്. മറ്റുള്ളവരെ കരുതുന്ന കാര്യത്തിൽ നാം മറന്നു പോകരുത്. ഇന്ന് പലപ്പോഴും ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ വീഴുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ദൈവത്തിന്റെ നാമത്തിൽ പലയിടത്തു നിന്നും നന്മകൾ അവർക്ക് ലഭിക്കുമ്പോൾ അവരവരുടേതായ സ്ഥാനം മറന്ന് ദൈവം എന്തിനാണോ അവർക്ക് ഈ നന്മ കൊടുത്തതെന്ന് മറന്ന് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അതൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ദൈവം പറയും അബ്രഹാമേ ഞാൻ ഇതിനു വേണ്ടി എന്റെ നിലത്തിൽ തന്നത് അനേകർക്ക് വേണ്ടി കരുതുവാൻ വേണ്ടി തന്നത് നീ നിന്റെ സ്വന്തമായ കാര്യങ്ങൾക്ക് നീ ചെലവാക്കുന്നു എന്ന് ഒരു പക്ഷെ പറയും. എന്നാൽ അബ്രഹാം അങ്ങനെയല്ല ഇവിടെ ചെയ്തത്. അബ്രഹാം ചെയ്തിട്ട് അവർക്ക് ആ ദൂതന്മാർക്ക് നന്മകൾ അനുഗ്രഹം ഭക്ഷണം കൊടുത്തവരെ കൊള്ളുവാൻ തക്കവണ്ണവിടെയായി. ദൈവത്തിൽ മഹത്വം. എന്നാൽ ഇവിടെ നാം കാണുന്നത് വിശ്വസ്തനായിരുന്നു അബ്രഹാം. വിശ്വസ്തതയോട് ദൈവത്തിന്റെ വിളികേട്ടനുസരിച്ച് അവൻ ചെയ്യുവാൻ തക്കവണ്ണവിടെയായി. ദൈവത്തിന് മഹത്വം. ആവർത്തന പുസ്തകം 1:7 നാം അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴമായി നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണവിടെയാകുന്നു. ആവർത്തന പുസ്തകം 1:7 വായിക്കാം. അമ്മോന്യരുടെ പർവ്വതത്തിലേക്കും അതിന്റെ അയൽ പ്രദേശങ്ങളായ അരാബ, മലനാട്, താഴ്വീതി, തെക്കേദേശം, കടൽക്കര എന്നിങ്ങനെയുള്ള കനാന്യദേശത്തേക്കും ലബാനോനിലേക്കും ഫ്രാത്ത് എന്ന മഹാനദി വരെയും പോകുവിൻ. പ്രദേശങ്ങൾ എണ്ണി നോക്കണം. ആ പ്രദേശങ്ങൾ നാം എണ്ണി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും
ഏകദേശം 10 ദേശങ്ങൾ ആലുലിയ ദൈവം കണക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നീ എന്ത് ചെയ്യണം? ആലുലിയ ഒരു ദേശത്ത് നിന്ന് ഈ ദേശം വിട്ട് നീ ആലുലിയ കടന്നു പോകണമെന്ന് പറയുമ്പോൾ അബ്രഹാം ആ വാക്ക് കേട്ട് ആലുലിയ പുറപ്പാടിന്റെ പുസ്തകം 2:24 നമുക്ക് വായിച്ചാൽ അത് കുറച്ചും കൂടെ വ്യക്തമാക്കുമെന്ന് പറയാം. പുറപ്പാടിന്റെ പുസ്തകം 2:24. ദൈവം അവരുടെ നിലവിളി കേട്ട് ദൈവം അബ്രഹാമിനോട് ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിനക്കുള്ള ദൈവത്തെ അവരോട് ചെയ്യുന്ന നിയമം എന്ത് ചെയ്തു? ഓർത്തു. ആലനീയ അബ്രഹാമെ ആലനീയ ജാതിയിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുമ്പോൾ ആലനീയ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ആലനീയ നിന്നെ ഞാൻ വലുതാക്കും, വലിയൊരു ജാതിയാക്കും എന്നൊക്കെ പറഞ്ഞ ദൈവം ഇറങ്ങിയിട്ട് ആലനീയ വിളിച്ചിറക്കിയിരിക്കും. ആലനീയ ഒരു ദേശത്തിൽ നിന്ന് ആലനീയ ഇറങ്ങുവാൻ പറയുമ്പോൾ, എന്നെ ഫോളോ ചെയ്യാൻ പറയുമ്പോൾ, എന്നെ പിൻപറ്റെന്ന് പറയുമ്പോൾ ഒരു ദേശം ആലനീയ അവന് നഷ്ടമായി മാറുമ്പോൾ ആലനീയ 10 ദേശം എണ്ണി അവന് നൽകുവാൻ തക്കവണ്ണമിടയാകും. ദൈവം പറയുകയാണ്, നീ നടന്നുപോ. ആലനീയ ഞാൻ വിളിച്ചത് നിന്നെ ദരിദ്രനാക്കാനല്ല, ഞാൻ നിന്നെ വിളിച്ചത് രോഗിയാക്കി മാറ്റാനല്ല, ഞാൻ നിന്നെ വിളിച്ചത് ആലനീയ ഇല്ലായ്മക്കാരനാക്കാനല്ല, മറിച്ച് നീ കടന്നു പോകുന്ന ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ ജാതിയാകുവാൻ തക്കവണ്ണം ആലനീയ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ആലനീയ അനാദികാലങ്ങൾക്ക് മുന്നമേ ഞാൻ നിന്നെ കണ്ടതാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് വാക്ക് പറഞ്ഞ് അബ്രഹാമിനെ വിളിച്ചത് വേർതിരിച്ചെങ്കിൽ ആലനീയ ഇന്ന് പകൽക്കാലം ആലനീയ ദൈവത്തിന്റെ വൈദ്യതയെ ദൈവത്തിന്റെ വിളി നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവിക വാക്തത്വങ്ങൾ നിന്റെ മേലുണ്ടെങ്കിൽ, ആലനീയ ഒരു വാക്തത്വം നിന്റെ മേലുണ്ടെങ്കിൽ ആ വാക്തത്തിനോട് നിവർത്തീകരണം തന്ന ആലനീയ നിന്റെ ദേശത്ത് നിന്നെ അനുഗ്രഹിച്ച അവൻ നിന്നെ വലിയ ഒരു അനുഭവത്തിലേക്ക്, വലിയൊരു നന്മയിലേക്ക്, അനുഭവയുടെ ഒരു വിടുതലിലേക്ക്, ഒരു ഭാവി അനുഭവങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ എന്റെ ദൈവം പ്രാപ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ആലനീയ നിന്റെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണമെന്നുള്ളതാണ്. അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? ആ ഏകജാതനായ പുത്രനെ ദൈവം ഒന്ന് പരീക്ഷിച്ചതിന് യാഗമായി ചെയ്യണമെന്ന് പറയുമ്പോൾ ആലനീയ അബ്രഹാം തന്റെ മകനെയും കൂട്ടി അറിയിക്കേണ്ടവരെ മാത്രം അറിയിച്ച് ആരെ അറിയിക്കാത്തവരെ അറിയിക്കാതെ അവൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് പോവുകയാണ്. പ്രശ്നമുണ്ടാക്കുന്നവരോടൊന്നും അബ്രഹാമോട് പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം. ചില കാര്യങ്ങൾ പ്രശ്നമുണ്ടാകുന്ന മേഖലകളുണ്ടെങ്കിൽ, വ്യക്തികളുണ്ടെങ്കിൽ അവരോട് നമ്മൾ ചില കാര്യം മൗനമായി വെക്കേണ്ടത് മൗനമായി വെച്ച് ദൈവം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ആ രഹസ്യമായി ദൈവമായി മാത്രമോട് ബന്ധത്തിൽ കടന്നു പോകണം. ദേശത്തിന്റെ രക്തസാക്ഷ്യം അവിടെ കടന്നു പോകുമ്പോൾ അബ്രഹാമിനോട് ദൈവം ചോദിക്കും, യാഗം നടത്താൻ എല്ലാ കാര്യങ്ങളുമുണ്ട്. യാഗവസ്ത്രം എന്ത് ചെയ്യും? വിശ്വാസത്തിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാം എന്ത് ചെയ്യുന്ന അബ്രഹാം പറഞ്ഞു, അത് യഹോവ ഒറ്റ വാക്കേ പറഞ്ഞുകൊണ്ട് യഹോവ കരുതും. ആലനീയ എന്നാൽ അറിയാമോ, യാഗം നടത്താൻ ഒരുങ്ങുമ്പോൾ ആലനീയ ദൈവത്തിന്റെ നിയമം ദൈവം ഓർക്കും. അബ്രഹാമിനോട് ചെയ്ത നിയമം, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവമായ ദൈവം, ആലനീയ നമ്മുടെയും ദൈവമായ ദൈവം, ആലനീയ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ നിയമം ഓർക്കും. ഞാൻ നിന്നെ ഒരു വലിയൊരു ജാതിയാക്കും, നിന്റെ കളിപ്രദേശത്ത് നിന്നുണ്ടാകുന്നവരിനോട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണന്തരി പോലെയും ഞാൻ നിനക്ക് സന്തതി പരമ്പരകളെ തരുമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ ദൈവം ദൈവം ഓർക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. എന്നാൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പിന്നാമ്പുറത്ത് ആടായി രൂപപ്പെട്ടു കിടക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. സന്തതിയെ കൊണ്ടുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചില്ല, മറിച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ ആടായി രൂപപ്പെട്ട് തനിക്ക് യാഗം നടത്തുവാൻ പാകത്തിന് അവന്റെ യാഗസ്ഥലത്തിന് പിന്നാമ്പുറത്ത് കിടക്കുന്ന ഒരു അനുഭവം. ഇന്ന് പകൽക്കാലം ദൈവവാദമെടുത്ത് വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. നാളെ കാലത്ത് അത് അനുഭവത്തിന്റെ അനുഭവങ്ങളായി, ഒരുപക്ഷെ ഭവനമായി, ഒരുപക്ഷെ വാഹനമായി, ഒരുപക്ഷെ തലമുറകളുടെ ജോലിയായി, ഒരുപക്ഷെ നിന്റെ ഉയർത്ത അനുഭവങ്ങളായി, നന്മയുടെ അനുഭവങ്ങളായി, വാഴകളായിട്ട് പിന്നീട് നിനക്കത് നിന്റെ കണ്ടുകൊണ്ട് കാണുവാൻ തക്കവണ്ണം അതേ പാകത്തിന് ദൈവം
നിന്നെ ഉയർത്തുവാൻ, അവിടെ നിന്നെ പോറ്റി പുലർത്തുവാൻ, അവിടെ നിനക്ക് ഉദ്യോഗ കയറ്റങ്ങൾ തരുവാൻ, അവിടെ നിന്റെ തലമുറയെ ഉന്നതമായ മണ്ഡലങ്ങളിൽ എത്തിക്കുവാൻ എന്റെ ദൈവം വാഗ്ദത്തം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്റെ ഹാലനീയ തലമുറയെ സംരക്ഷിപ്പാൻ അവൻ അവിടെ കരുതും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ഹാലനീയ. ഒരുപക്ഷെ നിനക്കെതിരായിട്ട് എരികോ മതിലുകൾ കെട്ടിവെച്ചാലും ഹാലനീയ ഒരു നന്മ നിന്റെ വീട്ടിലോട്ട് വരുന്നത്, ഒരു നന്മ നിന്റെ ദേശത്തേക്ക് കടന്നു വരുന്നത്, ഒരു അനുഗ്രഹം നിന്റെ തലമുറകളിലേക്ക് വരുന്നത്, ഒരു നല്ല ഭാവി നിന്റെ ഹാലനീയ ഭവനത്തുണ്ടാകരുത്, ഹാലനീയ കുഞ്ഞുങ്ങൾക്ക് വലിയ ഭാവി ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് ശത്രുവായവൻ ഹാലനീയ പല പദ്ധതിയിട്ട് എരികോ മതിൽ നിന്റെ വീടിന് മുമ്പേ കെട്ടിവെച്ചാലും ഹാലനീയ ദേശം പൊളിക്കുവാൻ കഴിയാത്ത, മറ്റുള്ളവർ നശിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ വലിയൊരു എരികോ മതിൽ നിനക്ക് പ്രതികൂലമായി നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നാല്, ആര് നിന്റെ ദേശത്ത് മുന്നേ വന്നാല്, ആര് നിന്റെ വസ്തുവിനുള്ളിൽ വന്നാല്, ആര് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ആരെ വിശ്വാസത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശ്വാസത്തോട് നീ ആക്രമിച്ചാൽ, ആര് എന്റെ ദൈവമായ എരികോ മതിലിനെ ആലനീയ തകർത്ത് നിന്റെ ആലനീയ കാൽപ്പാലമാക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ആലനീയ 107-ാം സങ്കീർത്തനം 6-ാം സങ്കീർത്തനത്തിൽ ആലനീയ പറയുന്നത് പോലെ ആലനീയ എന്തെയും വെള്ളം നിനക്ക് വന്നാലും ആലനീയ ശത്രു ആ വെള്ളത്തിൽ എന്ത് ചെയ്യും? മുങ്ങിച്ചാവും. പക്ഷേ ആലനീയ ദൈവമൈതലായ ദൈവവിളിയിലുള്ള നീ എന്ത് ചെയ്യത്തില്ല, ആ വെള്ളത്തിൽ മുങ്ങി ചാവുകയില്ല. ഹാലനീയ ഹാലനീയ എന്ത് ചെയ്യത്തില്ല, ആ വെള്ളത്തിൽ മുങ്ങി ചാവുകയില്ല. 106-ാം സങ്കീർത്തനത്തിൽ ആലനീയ നാം വായിച്ചത് അങ്ങനെയാണ്. 106-ാം സങ്കീർത്തനത്തിന്റെ 11 പറയുകയാണ്, ശത്രുവിനെ എന്ത് ചെയ്യും? മുക്കിക്കളയും. എന്നാൽ ഈ ശത്രുവിനെ മുക്കിക്കളയുന്നതിന്, മുക്കിക്കൊല്ലുന്നതിന് തൊട്ട് മുന്നമേ അതിലൂടെ കടന്നുപോയത് ആരാ? ആലനീയ ഇസ്രായേൽ മക്കളാണ്, ദൈവമക്കളാണ്. ആലനീയ അത്രയും ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളെ ആലനീയ ആ ചങ്കടലിൽ മുക്കിക്കൊന്നില്ല കേട്ടോ. എന്നാൽ ആലനീയ ശത്രുവായി അതിന്റെ പിന്നിൽ വന്ന ഫറവോനെയും സൈന്യത്തെയും, ഫറവോൻ എന്തിനാണ് വന്നത്? ദൈവത്തിന്റെ മക്കളെ തകർത്ത് കളയുവാനാണ്. എന്തിനാണ് നിന്നെ ഹാലനെ കൊന്നുകളയുവാനാണ് വന്നത്? നിന്റെ തലമുറയെ കൊന്നുകളയാനാണ് വന്നത്. നിന്റെ ഉദ്ദേശങ്ങൾ തകർത്ത് കളയാനാണ് വന്നത്. നിന്റെ പദ്ധതികളെ തകർത്ത് കളയാനാണ് വന്നത്. എന്നാൽ മുമ്പേ കടന്നുപോയ ആലനീയ ദൈവത്തിന്റെ മക്കളമാരെ, ഇസ്രായേൽ ജനത്തെ ദൈവം തൊട്ടില്ല കേട്ടോ. ആ വെള്ളത്തിൽ മുക്കിക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിന്റെ പുറകെ വന്ന ശത്രു സൈന്യത്തെ ആ വെള്ളത്തിൽ മുക്കിക്കളയുവാൻ തക്കവണ്ണം ഇടയായി. ആലനീയ ജീവനുള്ള ഒരു ദൈവത്തെയാണോ നീ ആരാധിക്കുന്നത്? എന്റെ ദൈവം നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നതിനെ ആലനീയ തകർത്തു കളയുവാൻ തക്കവണ്ണം ഇടയാകും. ആലനീയ നിന്നെ തകർക്കുവാൻ തീനാളങ്ങൾക്ക് പോലും കഴിയത്തില്ല. ആലനീയ എന്താണെന്ന് അറിയാമോ? ആലനീയ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് പകൽക്കാലം ആലനീയ ദൈവം ശത്രു ഇടുന്ന തീ, ഒരുക്കുന്ന തീക്കുണ്ടം ഒരുപക്ഷെ നിന്നെ കൊന്നുകളയുവാൻ ദൈവത്തിനും മതത്വം ആലനീയ അതിന് ശക്തിയുള്ളതായി കഴിയത്തില്ല. കാരണം ആലനീയ കെട്ടിക്കൊണ്ടുവന്നിടാൻ വരുന്നവൻ ഒരു പക്ഷെ ചത്തുപോകും. ആലനീയ എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന നിന്നെ ആലനീയ ആ തീക്ക് കൊന്നുകളയാൻ കഴിയത്തില്ല. ആ തീക്ക് ആലനീയേക്കാൾ വെല്ലുന്ന, ആ തീയേക്കാൾ ശക്തിയുള്ള ഒരു നാരായണനായ സ്വർഗീയ പരിശുദ്ധാത്മാവിന്റെ തീ നിനക്കൊരു പ്രൊട്ടക്റ്റായി ആലനീയ അവിടെ തീനാളമായി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം അവിടെയാകും. സാരമില്ല, ആലനീയ വേദനകൾ സാരമില്ല, ഒരു പക്ഷേ ഈ നാളുകളിലെ രോഗം നിനക്ക് സാരമില്ല. ആലനീയ എന്റെ ദൈവം നിനക്ക് അനുകൂലമായി നിൽക്കുന്നു എങ്കിൽ ആലനീയ ഒരാളും നിനക്ക് പ്രതികൂലമായി നിൽക്കാൻ സാധ്യമാവുകയില്ല. ആലനീയ എന്നാൽ ആലനീയ ഒരു കാര്യമാണ്. ആലനീയ 66-ാം സങ്കീർത്തനത്തിൽ പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആലനീയ ഇവരെന്ത് ചെയ്തു? ഈ വെള്ളത്തിലൂടെ ആലനീയ ശത്രുക്കൾ മുങ്ങിപ്പോയി. പക്ഷേ ഈ ദൈവമക്കൾ എന്ത് ചെയ്തു? അക്കരെ മരുഭൂമിയിലോട്ട് കയറി. മരുഭൂമിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ആലനീയ അവിടെ എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചു. ആലനീയ സ്തുതിച്ചു. പിന്നെ ദൈവത്തെ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ദൈവത്തെ പിന്നെ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ഇത് ഇരിക്കാനവും ഇരിക്കാനുള്ള നല്ല സ്ഥലവും ആ വീട്, വാഹനം, വണ്ടി, കുഞ്ഞുങ്ങൾക്ക് ജോലിയൊക്കെ ആയി കഴിയുമ്പോ ചില പണ്ടത്തെ കാര്യം മറന്നു പോകും. പണ്ട് നിന്നെ നടത്തിയ കാര്യം മറന്നു പോകും. ദൈവത്തെ മറക്കും. പ്രതികൂലം വരും, പ്രതിസന്ധി വരും,
കൊടുങ്കാറ്റ് പോലെ തിരമാല വരും. നിന്റെ ഭവനത്തെയും നിന്നിലും ഹാലലിയ താങ്ങാൻ കഴിയാത്തതുപോലെ പ്രശ്നങ്ങൾ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വരും. ഹാലലിയ വന്നു എന്നാണ് ആ സങ്കീർത്തനത്തിൽ പറയുന്നത്. അതിന് ദൈവം എന്ത് ചെയ്തു? അവന്റെ ജീവനെ അപായത്തിലാക്കി. ഹാലലിയ ദൈവത്തിന്റെ മഹത്വം. ഹാലലിയ അതുകൊണ്ട് ദൈവത്തെ മറക്കരുത്. ഹാലലിയ ഒരു ജീവിത ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അബ്രഹാമിനെ പോലെ വാഗ്ദത്തം പ്രാപിച്ചിട്ടില്ലെങ്കിൽ വാഗ്ദത്തം എന്ത് ചെയ്യണം? നമ്മൾ പ്രാപിക്കണം. വെളിപ്പാട് പ്രാപിച്ചിട്ടില്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങളോടും ചെറുപ്പക്കാരോട് പറഞ്ഞാൽ നീ എന്താ നിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലെന്നു. ഹാലലിയ പെന്തക്കോസ്തുകാർ പിള്ളേർ പറയും, ഹാലലിയ കുഞ്ഞ നീ എന്താ നിന്റെ ആഗ്രഹം? ഹാലലിയ എനിക്കറിയത്തില്ലെന്ന്. ഹാലലിയ വാഗ്ദത്തം പ്രാപിച്ചവർക്ക് വാഗ്ദത്തം നിവർത്തിക്കണം ദൈവം ചെയ്തിട്ടുള്ളൂ, ചെയ്യുന്നുണ്ട്. ഹാലലിയ എന്നാ ചില കൊച്ചു കുഞ്ഞുങ്ങൾ പറയും, കുഞ്ഞ നീ ആരാകുന്ന? ഞാൻ ഇന്ന ആളാകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവവേലയ്ക്ക് പറ്റും, അല്ലെങ്കിൽ ചില പോലീസാകും, ഞാൻ IAS-കാരനാകും. ഒരു ദർശനം പ്രാപിച്ചിട്ട് ദർശനമുള്ള വാഗ്ദത്തമുള്ളവരെ ആ ദൈവിക വാഗ്ദത്തം ദൈവം നിവർത്തീകരിക്കും. അതിന് രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ വിശ്വസ്തത ഉണ്ടായിരിക്കണം. വിശ്വസ്തത ഇല്ലാതെ ആയിരുന്നാൽ ഹാലലിയ ഈ ശൗൽ തട്ടിപ്പോയതുപോലെ ശൗലിനെ മാറ്റിട്ട് ആ സ്ഥാനത്ത് ആരെയാക്കി? ദാവീദിനെ, ആട്ടിടയനായ ദാവീദിനാക്കിയതുപോലെ. ദൈവവേലയ്ക്കാണോ വിളിച്ചത്? ദൈവവേലയ്ക്ക് വിളിയുണ്ടോ? ദൈവവേല ചെയ്യണം, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ദൈവം വേറെ ആളെയാക്കും. ആരും നീ ആ ദേശത്ത് ഒന്നും അല്ലാത്തവനായി മാറുവാൻ തക്കവണ്ണവിടെയാണ്. നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടോ? ആ ദർശനത്തെ കാലിൽ വെച്ച് നാം വിശ്വസ്തയോട് വിശുദ്ധിയോട് നാം ആയിരിക്കണം. വിശ്വസ്തത വേണം, വിശുദ്ധി വേണം. അതുപോലെ വാഗ്ദത്തം വേണം. വിശ്വാസം ഉണ്ടായിരിക്കണം. അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. വാഗ്ദത്തവും വിശുദ്ധിയും വിശ്വസ്തതയും ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതം ദൈവം അവന്റെ കരങ്ങളിൽ വന്ന് കണ്ടെത്തുന്നവനെയാകും. എന്തുകൊണ്ടാലും ദൈവസന്നിധിയോട് ഈ കർത്താവിന്റെ വരവേറ്റം അടുത്തായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 1500 വർഷങ്ങൾക്ക് മുന്നമേ പ്രവചനത്തിൽ 37-ാം അധ്യായത്തിലൊക്കെ പറയുന്ന ഉണങ്ങിയ അസ്ഥികൾ മഞ്ഞയും മാംസവും വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സൈന്യമായി എഴുന്നേറ്റ് ലോക പോലീസ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ യുദ്ധം നിർത്തണം, ഹമാസിനെതിരെയുള്ള യുദ്ധം നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ ഈ അസ്ഥിയായിരുന്ന ഇസ്രായേൽ ജനം ഇപ്പോൾ പറയുകയാണ്, 2023-2024 കാലഘട്ടത്തിൽ ഇപ്പോൾ പറയുകയാണ്, അത് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കെതിരായി നിർത്തുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യും? നാശം വരുത്തുമെന്ന ആ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ പറയുന്ന ആ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം അത്തി തളർത്ത ആ ഒരു കാലം നമ്മുടെ ഈ തലമുറയിൽ നമുക്ക് കാണുവാൻ ശബ്ദത്തിന്റെ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് കാലങ്ങൾ എത്ര കടന്നുപോയാലും, വർഷങ്ങൾ എത്ര കടന്നുപോയാലും, നാളുകൾ എത്ര മുമ്പോട്ട് നീങ്ങിയാലും എന്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ കാണുവാൻ ദൈവം നിവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ തരുവാൻ തക്കവണ്ണവിടെയാകും. അതുകൊണ്ട് കണ്ണുകളെ അടച്ചാട്ട, ദൈവവാദമെടുത്ത് കരങ്ങളെ ഉടക്കിയാട്ട, ദൈവത്തോട് പറയ എന്റെ കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ കാലങ്ങൾ കഴിഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാം. കണ്ണുകളെ അടയ്ക്കാം. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം, വിടുതലിന്റെ വചനം, രോഗസൗഖ്യത്തിന്റെ വചനം, സമാധാനത്തിന്റെ വചനം, സ്വസ്ഥതയുടെ വചനം, ഭാരതീയ തലമുറകളെ രൂപപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ തലമുറയുടെ, ഞങ്ങളുടെ ദേശത്തിന്റെ അതിശക്തിയോട് ഞങ്ങളെ കണ്ടുകാണത്തക്ക തലത്തിൽ പ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണുകളെ തുറപ്പിക്കണമേ എന്ന് പറയുന്നത് പോലെ ആ വചനത്തിന്റെ നിവർത്തീകരണവും വാഗ്ദത്ത നിവർത്തീകരണവും ഞങ്ങളുടെ പേര് ഞങ്ങളുടെ തലമുറയിൽ മേലവിടെ നയിക്കുമാറാകണം. ദൈവം ചെയ്യുന്നതിനായി നന്ദി. യേശു കർത്താവിന്റെ തിരുനാമത്തിൽ